ESI ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ? പുതിയ ലേബർ കോഡ് പ്രകാരം ESI ആയിട്ടുള്ള വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 21,000 രൂപ തന്നെയാണ് ESIയുടെ ലിമിറ്റ് ഇപ്പോഴും നിലവിലുള്ളത്. അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. പക്ഷെ കാതലായൊരു മാറ്റം വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ESIയുടെ ലിമിറ്റ് 21,000 നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് ഗ്രോസ് സാലറി ആയിരുന്നു. ഇപ്പോ വെയ്ജ് എന്നുള്ള ഡെഫിനേഷൻ തന്നെ മാറിയല്ലോ. അപ്പോ 50% ആണ് ഇപ്പൊ വേജസ് എന്ന് പറയുന്നത്. ഈ വേജസ് ആണ് ഈ പുതിയതായിട്ട് 21,000 21,000 എന്ന് പറഞ്ഞ എലിജിബിലിറ്റി കണക്കാക്കേണ്ടത് നമ്മളുടെ വേജസ് ആണ്. അപ്പൊ നേരത്തെ ഫോർ എക്സാമ്പിൾ 40,000 ശമ്പളം ഉണ്ടായിരുന്ന ഒരാൾക്ക് ESI കവറേജ് ഇല്ല. 21,000 ക്രോസ് ചെയ്തിട്ടുള്ള ഗ്രോസ് സാലറി മേടിക്കുന്ന ഒരാള്, ഫോർ എക്സാമ്പിൾ 25,000 അല്ലെങ്കിൽ 30,000 ശമ്പളം മേടിച്ചിരിക്കുന്ന ഒരാള് നേരത്തെ ESI കവറേജിൽ ഉണ്ടാവില്ല. ഇപ്പോ വെയ്ജ് ആണല്ലോ നമ്മളുടെ ESIയുടെ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ 30,000 ശമ്പളം മേടിക്കുന്ന ആളാണെങ്കിൽ 15,000 ആയിട്ട് മാറും ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആളുകൾ ESIയുടെ കവറേജ് പരിധിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് കുറച്ച് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ കുറച്ച് കൂട്ടിയേക്കാം. പക്ഷെങ്കിലും അങ്ങനെ കൂടുതൽ ആളുകൾ വരുന്നതോടുകൂടി തൊഴിലാളിക്കും തൊഴിലുടമയ്ക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, നമ്മുടെ തൊഴിലാളി കുറച്ച് അസുഖം വരെയൊക്കെ ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്വാൻസ് ചോദിക്കാൻ വരുന്നത് നമ്മളാണല്ലോ ഒരു സ്രോതസ്. അപ്പോൾ നമ്മൾ തന്നെയാണ് പലപ്പോഴും കൊടുക്കേണ്ടി വരിക, അഡ്വാൻസ് കൊടുക്കേണ്ടി വരിക. അതുപോലെ തന്നെ ഈ എംപ്ലോയി പരിഗണിക്കുകയാണെങ്കിൽ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ 1 മാസം ശമ്പളമെങ്കിലും കൊടുത്താലാണ് ഒരു മിനിമം ഇൻഷുറൻസ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ ESIയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാം വ്യത്യസ്തമായി. പിന്നെ ഒരു നമ്മൾ ആരോഗ്യപരമായ മേഖലയിലൊരു സമ്പൂർണ്ണ ഫ്രീഡത്തിലേക്കായിരിക്കും മിക്കവാറും ESI കവറേജ് വരുന്നതോടുകൂടി ഈ തൊഴിലാളിയും തൊഴിലുടമയും ഒരു പരിധി വരെ ഇൻഡയറക്ട്ലി തൊഴിലുടമയും അദ്ദേഹത്തിന്റെ ഈ അഡ്വാൻസ് കൊടുക്കുകയും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അയാളുടെ നമ്മുടെ തൊഴിലാളിയാണല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മാനസിക പരിഗണനയിൽ തൊഴിലാളിയുടെ ക്ഷേമം അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലോ. അപ്പൊ അതിനൊരു കുറച്ച് സാമ്പത്തിക ചെലവൊക്കെ ഉണ്ടാവാം. അപ്പൊ ഇതൊക്കെ പരിഗണിച്ചാൽ എംപ്ലോയി ESIയുടെ പരിധിയിലേക്ക് വരുന്നതാണ് രണ്ടു കൂട്ടർക്കും നല്ലതായിരിക്കുക. അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ലേബർ കോഡിൽ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം ഈ പറഞ്ഞത് അത് പ്രത്യക്ഷമായ ഒരു മാറ്റമാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ പരോക്ഷമായി അത് വലിയൊരു ആരോഗ്യപരമായ സ്വാതന്ത്ര്യത്തിലേക്ക് എല്ലാ മേഖലയിലുള്ള ആളുകളെയും നയിച്ചേക്കാമെന്നാണ് എനിക്ക്